മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അങ്ങനെ ഇനി ആറാട്ടനും പെരേറയൊന്നും വനിതാ തിയേറ്ററിലേക്ക് ഇല്ല. എന്നിലൂടെയാണ് തിയേറ്റർ ഫേമസ് ആയത്, എല്ലാ സംശയവും ഇല്ല. ാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. തിയേറ്റർ ഓണറിന് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. തിയേറ്റർ ഓണറിന് വ്യക്തിപരമായിട്ട് ഞാനായിട്ട് പ്രശ്നമില്ല. സിനിമാക്കാർ അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ സിനിമ കാണിക്കില്ല. മീഡിയക്കാർക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മീഡിയക്കാരൊക്കെ ഇന്ന് പ്രൊമോഷൻ കൊടുക്കില്ല, പ്രൊമോഷൻ എടുക്കില്ല. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇതുവരെ ഗുണ്ടായിസാണ് സിനിമാക്കാർ ചെയ്യുന്ന. തിയേറ്റർ ഓർഡറിന് മീഡിയയ്ക്ക് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ റിവ്യൂലിടും. കോക്കിനെ പോലെ ഒരു ഇൻഡിപെൻഡന്റ് റിവ്യൂരായിട്ട് മാറാൻ പോവുകയാണ്. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. പിന്നെ സത്യം തുറന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. പണ്ട് സത്യം തുറന്ന് പറഞ്ഞാൽ തിലകനട പണി കിട്ടിയതാണല്ലോ. എന്തായാലും നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു വനിതാ തിയേറ്ററിൽ. പിന്നെ പുതിയ മീഡിയക്കാർ കുറേ നാളെ അവഗണിക്കാൻ തുടങ്ങിയിട്ട് ആ പടം കണ്ടെത്തിച്ച് വരുമ്പോൾ മീഡിയയുടെ റിവ്യൂ പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും വന്നിരിക്കില്ല. കാരണം തിയേറ്റർ ഓണർ പ്രശ്നമാവുകയാണ്, മീഡിയക്കാർക്ക് പ്രശ്നമാവുകയാണ്. അതുകൊണ്ട് ഇനി വനിതാ തിയേറ്ററിലേക്കില്ല. കോക്കിനെ പോലെ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂറായിട്ട് മാറാൻ പോവുകയാണ് ഞാൻ.